ഗോപി എന്നാ ചെക്ക് ഗോപി വരച്ചോ 2 മുഴം കയർ കിട്ടുമെന്ന് നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. വിഷം മേടിക്കാൻ കാശില്ലല്ലോ. എടേ എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ആര്? നമ്മൾ കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ഇനിയിപ്പോ കേസ് വിധിയാവുന്നവരെ നമുക്ക് കാശെടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്തു ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റായി മാറുന്നത്. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കിപ്പിടിച്ച് നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന് എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടടാ. നീ പറയുന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചു പറയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കൗണ്ടർ. സുരേന്ദ്ര, I need a room. How many days you're going to stay with us? It depends. 1 day, 2 days, 1 week. Somehow I have to finish my work here. Okay. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira? Akira Kurosawa. Kurosawa. Yeah. Your nationality, sir? Nationality? Filipino. Filipino? Yeah. Oh, you're from Philippines? Ah. Okay. Purpose of visit? Killing. Killing. What? You see? Killing the mosquitoes. Mosquito. I want to kill all the mosquitoes in the world. I am here to do a research on the subject, mosquito killing. That's fine. Yeah. Your room will be 213. Thank you. You're welcome. സുരേന്ദ്ര, മോഷണം എനിക്ക് തീരെ പരിചയമില്ല. പട്ടിണി കിടന്ന് പരിചയമുണ്ടോ? ഇല്ല. രണ്ടിലൊന്നും തീരുമാനിക്കും. മോഷണം വേണോ പട്ടിണി വേണോ? എന്നാ വാ. സുരേന്ദ്ര, അകത്തായാൽ ഈശ എന്റെ കൈയും കാലും മറയ്ക്കുന്നു. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലടേ, നീ വാ. അയ്യോ, ചേടാ, ഓടിക്കോ. Hey, stop there. Come here. Who are you? I am staying in 213. No. Yes. No, that's a Filipino man staying in 213 with long hair and a big mustache. Long hair, big mustache. ഞാൻ തന്നെ ഇവരെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? That is me. No, that's not you. Go away, man. I want to go to my room. Security! Throw this man out. He looks dangerous and tricky. Come on, man. Get out. Hey, I am staying here. No, you're not. You don't go. We'll call the police. Hey, leave me and my money. My bag. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ.
എടുത്ത് കള അയാളുടെ കൂറ ചെട്ടി. ഒരൊറ്റ $1 പിന്നെ എങ്ങനെ ഈ അലവിലാതി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി താമസിക്കുന്നത്? പാവി എല്ലുന്നിടം പാതാളം. നിനക്ക് 7:30 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ. ഇതുണ്ടോ? KP കൃഷ്ണൻ നായർ, IPS, കമ്മീഷണർ ഓഫ് പോലീസ്, മദ്രാസ്. നായർ മലയാളി. ചുമ്മാ നല്ല പെട്ടിക്കകത്ത് $1 പോലും ഇല്ലാഞ്ഞത്. അലവലാതി. ഇയാളെന്തിനീ മീശാൻ വിഗും പെട്ടിയിലിട്ട് നടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിനെ സാമ്പിൾ കാണിക്കാൻ വന്ന് താമസിക്കായിരിക്കും. പോടാ. IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടി മറിഞ്ഞ അമ്മൂമ്മയുടെ ഇവരെ അടിക്കേണ്ട ആവശ്യം. അയ്യോ ഗോപി. അയ്യോ എടാ, കള്ളന്മാരെയും റൗഡികളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിയിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. 1000കണക്കിന് മൈല് താണ്ടി അമേരിക്ക വന്നിട്ട് മോട്ടിച്ചാൻ ഇറങ്ങിയിരിക്ക. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി ഇറക്കാൻ വയ്യ. അയ്യോ കൊല്ലല്ലേ സാറേ. സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കാൻ ഒരു ഇടമില്ല. ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞത് നേരാ. മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിരായത്. മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന കണക്ക് തകർപ്പൻ ഇടിയ. ഹൂ ഈസ് രാംദാസ്? ഹൂ ഈസ് വിജയൻ? ഹൂ ഈസ് അവന്റെ അമ്മയുടെ CID? അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു CID കണ്ടിട്ടില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ CID രാമദാസൻ CID വിജയനുമാണെന്നാണ്. CID രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവൻ തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല, പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 5 ലക്ഷം രൂപ തുലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗും മീശയൊക്കെ ഞാൻ അമേരിക്ക വന്നത്. അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല. അല്ലേ അല്ല. അപ്പൊ സാറേ, ശരിക്കും പറഞ്ഞ ഈ സമാഗം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. ആ 2 അവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചെന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റ്. Okay. Listen. Number 1, we have to plan a detailed operation. And number 2, I will tell you later. Hey, man, stay there. What is this? I am the Filipino staying in 213. You idiot! You think we're fools trying to fool us with this silly makeup and dress? How can I make you understand that I am the same man staying in the same 213 in the same hotel? Hold him. I'll call the police. He's a criminal. Hold him! Hold him! Hold him! Hold him! എന്നാൽ ഈ വീട് കണ്ടുപിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്തായത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല.
പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ? അയ്യോ അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും വേണ്ട. പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാണട്ടെ. ഹായ്. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ കൊള്ളാം. അപ്പൊ ഞാൻ അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്. സോ സ്വീറ്റ്. പോട്ടെ. ശരി. പോട്ടെ. ആ. അവനെ ബർത്ത്ഡേ ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേ ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നും അല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്ററോ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളൂ. ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. Now listen. Number 1, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് 2 എണ്ണവും ചാകണം. നടന്നു തന്നെ. നമ്പർ 2, നിങ്ങളുടെ കാറിൽ നിങ്ങൾ എന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ 1 നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ എങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ 1 പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. വല്ലതും നടക്കുവോ? അരപ്പവനുണ്ടെങ്കിൽ 2 ഏറെ അടക്കം വാങ്ങിക്കാം. അരപ്പവനുണ്ടല്ലോ, എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടുമെന്നോ? അത് മതി. എന്നാ പല്ലളക്കി കൈ വെച്ചിട്ട് കൂടെ വാ. ഞാൻ നമുക്ക് അണ്ടർവേഡിലും തപ്പാം. എങ്കിൽ ആ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കിക്കോളാം. വാ. വിജയനോ? നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ ഏത് കേസ്? ഏത് കേസെന്നോ? നേരം വെളുത്തപ്പോ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന് എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം എവിടം വരെയായി? പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്തു പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്. ഇന്നൊരു സുദിനമാണ്.